മാല ഊരി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പറയാൻ പോകുന്നത് ലഡാക്കി പോകാൻ വേണ്ടി നമ്മൾ ഈ മാല വിറ്റെന്നാണ് പറയാൻ പോകുന്നത്. അതാണ് ഇരിക്കുന്നത്. അങ്ങനെ അറിയാം. പക്ഷെ ഒന്നും യാതൊരു പിടിയില്ല കേട്ടോ. ചിലപ്പോൾ ഭയങ്കരമായിട്ട് കളിപ്പാവും, ചിലപ്പോൾ ആൾ സെറ്റാവും. ലഡാക്കി പോകാനായിട്ട് പൈസയില്ലായിരുന്നു. ഞാനടുത്ത് അവിടെ പോയിട്ട് വന്നിട്ട് വരാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ലച്ച് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പ്രാങ്ക് ചെയ്യണം. ഞാനിപ്പോൾ ഉച്ചയോടത്താണ് സംസാരിക്കുന്നത്. അമ്മ കടയിലുണ്ട്. അമ്മ വന്നതിന് മുമ്പ് പ്രാങ്ക് ചെയ്യാനാണ്. നമ്മൾ ഫസ്റ്റ് പ്രാങ്ക് കൊടുക്കണമെങ്കിൽ അമ്മക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഈ ചാനലിൻ്റെ ഫസ്റ്റ് പ്രാങ്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. ചിലപ്പോൾ സക്സസ് ആവുള്ളൂ, ചിലപ്പോൾ സക്സസ് ആകത്തില്ല. നമ്മളെന്നാലും മാക്സിമം സെറ്റാക്കാൻ നോക്കും ഗൈസ്. അപ്പം അമ്മ വന്നതിന് മുമ്പ് സെറ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് സെറ്റ് ചെയ്ത് നോക്കണം. കടയിൽ ആൾ വരുമ്പോൾ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് പ്രാങ്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ മാക്സിമം നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണേന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പറഞ്ഞിട്ട് ആരംഭിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നേരിട്ട് ഒരു ചെറിയ ഇല്ലാട്ടോ ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് ബെല്ലിങ്ങനെ എന്നെ വിളിക്കാം. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫൈ ചെയ്യുന്നു. ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളിവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ മാല ഊരി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പറയാൻ പോകുന്നത് ലഡാക്കി പോകാൻ വേണ്ടി നമ്മൾ ഈ മാല വിറ്റെന്നാണ് പറയാൻ പോകുന്നത്. അതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പ്രാങ്ക്. മാല സംഭവം വിശ്വസിക്കുമായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇല്ല, മാല വിൽക്കണ കാര്യമല്ല കേട്ടോ. ഇങ്ങനെ ലഡാക്കി പോകണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഫണ്ടില്ലാത്ത കാര്യമൊക്കെ പറയാമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇത് മിക്കവാറും സക്സസ് ആകാൻ സാധ്യതയുണ്ട്. ഈ മാല നമ്മൾ എടുത്ത് വിറ്റ് എന്നാണ് വീട്ടിൽ പോയി പറയാൻ പോകണം. ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് പോയി വിൽക്കാം. അപ്പോൾ മാല വിൽക്കാനൊക്കെ ഇത്തിരി ടൈം എടുക്കില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ വിശ്വസിക്കും ഗൈസ്. ഗൈസ് അപ്പോൾ ഏകദേശം അരമണിക്കൂറായി കേട്ടോ. അരമണിക്കൂറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇനി ചെന്നിട്ട് നൈസിൽ പോയി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയി ഓണാക്കി സംഭവം സെറ്റ് ചെയ്തിട്ട് അമ്മ നൈസിൽ വിളിച്ച് റൂമിലായിട്ട് കൊണ്ട് വന്നിട്ട് പറയാം. അല്ല, ഫസ്റ്റ് അതിന് മുമ്പ് കടയൊക്കെ ഒന്ന് ജസ്റ്റ് അടക്കേണ്ടി വരും കേട്ടോ. ഇല്ല വല്ലവരായിട്ടൊക്കെ കയറി വരും. അതിന് മുമ്പ് കടയൊക്കെ അടച്ച് സംഭവം സെറ്റ് ചെയ്തിട്ട് നൈസിൽ ഇതിൻ്റെ അകത്തായിട്ട് കൊണ്ടുവന്ന് പതിയെ നമുക്ക് കാര്യം ഒന്ന് അവതരിപ്പിച്ച് നോക്കാം. എങ്ങനെ റിയാക്ഷനൊന്നും യാതൊരു പിടിയില്ല കേട്ടോ. ചിലപ്പോൾ ഭയങ്കരമായിട്ട് കളിപ്പാവും, ചിലപ്പോൾ ആൾ സെറ്റാവും. പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഒന്ന് സംഭവം സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ചേട്ടാ, കടയിൽ ആൾ വന്നിട്ടുണ്ട്. കടയിൽ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ക്യാമറ വെച്ച് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ലാപ്പായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന പോലെ കാണിച്ചിരിക്കുകയാണ്. അപ്പം അമ്മ വിചാരിക്കും വല്ല ഫയലൊക്കെ കോപ്പി ചെയ്യണമെന്ന് ഓർക്കുള്ളൂ. നൈസ് ഐഡിയയിലൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ എൻ്റെ ആക്ടിങ് സ്കില്ല് നിങ്ങൾ കണ്ടു കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം എൻ്റെ ആക്ടിങ് സ്കില്ല്. ഞാൻ പൊളിക്കും ഗൈസ്. അപ്പോൾ ഇനി അമ്മേനെ പോയി വിളിച്ചിട്ട് മറ്റേ ലഡാക്കി പോകാനായിട്ട് പൈസ ഇല്ലായിരുന്നു. അപ്പോഴേ ഞാൻ ആ മാലയെടുത്ത് വിറ്റ് ഒന്ന് കളയിക്കട്ടെ. ഞാൻ പറഞ്ഞേക്കാം. മാല വിറ്റ് എന്റെ പുള്ളകളെ ഞാൻ വെട്ടി തൂങ്ങി ഞാൻ പറഞ്ഞേക്കാം. വേഷം കെട്ട് കാണിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഒരു പണിയും നടക്കല്ലേ. ഞാൻ തന്ന സാധനം അതുപോലെ വേണം. നീ പോയാലും പോയില്ലേലും മാല ഇവിടെ കൊണ്ടുവന്നത് ഇല്ല. വേണ്ട, നീ എടുക്കണ്ട. നീ വേറെ മാർഗം നോക്കി വെച്ചാൽ മതി. മാല കൊടുത്തെങ്കിൽ ചെന്ന് മേടിച്ചിട്ട് പോ. നീ നിന്റെ വേഷം കെട്ട് നടക്കാൻ ഞാൻ ആണ്ടിന് അച്ഛൻ്റെ ആണ്ടിന് എന്റെ സംസ്കാരം കൂടെ നടത്തി. നടക്കിയാല ഒറ്റ മാത്രമേ നടക്കിയാല. മാല എടുത്തിട്ടുണ്ടോ? അല്ല, എന്നാ ഇതൊന്ന് പറഞ്ഞു തന്നെ ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, ഇനി വല്ലവരും വന്ന് കേട്ടാലോന്ന് ഓർത്തിട്ടോ. വിവരൊക്കെ പിന്നെ അതല്ല അനി അത് എങ്ങനെ എടുക്കുമെന്ന് പറ കേട്ടോ.
നല്ല കാശ് കൊണ്ട് കൊടുത്തിട്ട് മാല ഇങ്ങോട്ട് തരും. വീട്ടിൽ സമ്മതിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. മാല ഇവിടെ കൊണ്ടുവരുന്നത് 1.5 ലക്ഷം. 1 ലക്ഷം വേണ്ട. നീ എനിക്ക് കാശ് ഇപ്പൊ ഇവിടെ മാല കൊണ്ട് തന്നെ. അല്ലമ്മ ഇനി അത് ഇല്ലെന്നെ കൊണ്ട് കൊടുത്തിട്ടും പറ അമ്മ സമ്മതിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കാശ് അമ്മയുടെ കൊടുത്തിട്ട് സാധനം ഇവിടെ കൊണ്ടുവരാം. അമ്മ ഞാനൊരു 5 ഒരു ദിവസം ഞാൻ സമ്മതിക്കേല. ഇന്നിവിടെ 2-1 തീരുമാനമാകും. ഞാൻ സമ്മതിക്കേല. ഞാനെന്നെ നീ നിന്റെ വെറും ഉണ്ടാക്കി കളഞ്ഞത്. പെരടാത്തിരുന്നൊരു സാമാനൊന്നും ഇടാൻ കൊടുത്തപ്പോ അവൻ വിറ്റ് കാശ് ഉണ്ടാക്കിയേക്കും. നീ ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. കൊണ്ട് കൊടുത്തിട്ട് മാലെടുപ്പം മേടിച്ചിട്ടോ ചെല്ലി. പിന്നെ അവിടെ പോവാൻ പിന്നെ ഞാൻ പൈസ തന്നെ അവിടെ പോകാൻ പൈസക്ക് വേല എടുക്കണം. അറിയാൻ മേലായിരുന്ന പോയായിരുന്നല്ലോ. വേലക്ക് പോയിട്ട് എന്തേ വേല കളഞ്ഞെന്ത്? എല്ലാരും അങ്ങനെയാണ് ഉണ്ടാക്കണത്. ആ കാടം കൊണ്ട് നിക്കക്കളിയില്ല. ലാപ്ടോപ്പ് വേണം. കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ വായിരിക്കണം കേൾക്കണം. 10-25,000 രൂപ 2 സ്ഥലത്ത് കിട്ടിയായിരുന്നു. ആഴ്ച 1,500 രൂപ ഉണ്ടാക്കണം. എൻ്റെ ഇടക്ക് ഇച്ചിരി പൊന്നുണ്ടായിരുന്നാണ് അവന് തോന്നിയ മാസം കൊണ്ട് വിറ്റേച്ച് ചെല്ലി സമയങ്ങളായിരുന്നു കൊണ്ട് കൊടുത്തേക്ക് മാറി തരാൻ. ഇച്ചിരി കഴിയുമ്പോ അവര് വേറെ കാര്യങ്ങൾ പറയും. എനിക്ക് തുറന്നു കൊണ്ടുവന്നില്ല. ആര് പറയും? നീ ആർക്കാ കൊടുത്തത്? ഞാൻ കടക്ക് ആ കടക്കാർക്ക് കൊണ്ട് കൊടുത്തിട്ട് അമ്മ വീട്ടിൽ സമ്മതിക്കല്ലേ? ഞാൻ ചോദിക്കാതെ പോയിട്ട് പെട്ടെന്ന് വേണ്ട തരിയല. ഇതിന്റെ ലൈറ്റ് പോയി. ഇത് ലൈറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യമുണ്ട്. ചെന്ന് മാല പെട്ടെന്ന് എന്നാ അവനെ കൂടി വിളിച്ചിട്ട് പോകാം. ആരെ വിളിച്ചിട്ട് പോയില്ലേലും ആരാ അനിയൻ ആര് എവിടെ ചെല്ലുന്ന? നീ എന്തിനാണ് ഇത് എന്തെനിക്ക് ചോദിക്കാതെ? ഇതെന്തിനാണ്? ഞാനടുത്ത് അവിടെ പോയിട്ട് വന്നിട്ട് വരാം. പോയിട്ട് വന്നിട്ട് തരണ്ട. നീ മാല എടുത്തിട്ടുണ്ടോ? നാണക്കേടാണ്. ഒരു നാണക്കേടും ഇല്ല. ഇത് കൊടുക്കപ്പോ ഓർക്കണായിരുന്നു. നീ ഉണ്ടാക്കി പറയണം. ആ നീ സ്വന്തമായിട്ടുള്ള നിന്റെ സ്വന്തമായിട്ട് കാശ് മുടക്കി വേണ്ടി സാധനം നിനക്ക് ചെയ്യാം. അല്ലാതെ ഇവിടുത്തെ ഒരു സാധനം നീ അത് ഒരു വ്യാമോഹം വേണ്ട. വേണ്ട സച്ചു. നീ ഒരു കാരണവശാലും നീ അച്ഛനാണ് സത്യം. ഞാൻ സമ്മതിക്കല. നീ ചെന്ന് മാല വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഡിയൻ വേണ്ട. മാലക്കെട്ട് വന്നേരും വേഷന്നിട്ട് കാണിക്കില്ല പിള്ളേർ. ഒരു പെൺകൊച്ച് 10-20 വയസ്സായി ഉള്ളതില്ല. ലഡാക്കി പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇടം വേലെടുക്കണായിരുന്നടാ. ഇങ്ങനെ തേരാപ്പാരെ ഒരു 10 രൂപയുടെ പണി സ്വന്തമായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു പണി കിട്ടിയത് കളഞ്ഞിട്ട് ഇപ്പൊ ആരും തരികയില്ല. നീ 2 വർഷമായി തന്ത മരിച്ചിട്ട് ഈ വീട് ഇതുപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നീ തിരക്കുണ്ടായിരുന്നു ഇവരൊരു കാര്യം. നിന്റെ സുഖം മാത്രം എന്നും നിനക്ക് എന്നും അവന്റേതായ സുഖ സൗകര്യങ്ങൾ മാത്രമാണ്. ചെല്ലി സമയങ്ങളെ ചെല്ലി മാല കൊണ്ട് പിന്നെ ഇവിടെ എല്ലാം കിട്ടി. വണ്ടിയാണല്ലോ. സംഭവം സക്സസ് ആയിട്ടാ. പ്രാങ്ക് എന്താണ് പറയാനുള്ള എന്താണ്? ചങ്ക പിടിച്ചു പോയത്. ഇത് ഞാനെന്നെ മാല വിൽക്കാൻ പോണ പറഞ്ഞ ബോധമില്ല. അതായത് അപ്പൊ സംഭവം സക്സസ് ആയിട്ടാ. പ്രാങ്ക് ഞാൻ ചത്തുകളയോ. എന്താണ് പറയാനുള്ള എന്താണ്? നാളൊക്കെ ഇടും. ഇത് ഞാനെന്നെ മാല വിൽക്കാൻ പോണ പറഞ്ഞ ബോധമില്ല. അതായത് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ. അതായത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു ബൈ.